ഹായ് ഗൈസ്, ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. സ്പോൺസർ വീഡിയോ അല്ല. എഡ്യൂക്കേഷൻ ആൻഡ് റിവ്യൂ പർപ്പസ് മാത്രമാണ്. വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഗൈസ്, നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ആപ്പാണ് ഫാൻപേ. ഫാൻപേ എന്ന് പറഞ്ഞ ഒരു UPI വാലറ്റ് ആണ്. നോർമലായിട്ട് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് തന്നെ വാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ ചില സമയത്ത് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കത്തില്ലേ, ഇതിനകത്ത് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. അപ്പോൾ നോർമലായിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ പറ്റും ഫാൻപേ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അക്കൗണ്ടിൽ മൈനസ് ഒന്നും വരത്തില്ല. നോർമലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ ടെലിഗ്രാം ചാനലാണെങ്കിൽ ഫാൻപേയുടെ ഒരു ലൂട്ട് ഇട്ടപ്പോൾ കുറേ മെമ്പേഴ്സിന് ഫാൻപേ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. 1 ഇയർ ഇല്ല, അത് കൂടുതലായി. ഞാനാണെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. UPI വാലറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സേഫ് ആണോ, പിന്നെ നിങ്ങൾക്ക് ടൈം ഒത്തിരി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ, അതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീട്ടിൽ പോകാം. ആപ്ലിക്കേഷൻ ലിങ്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ പിൻ ചെയ്തിട്ടേക്കാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഫാൻപേ സെർച്ച് ചെയ്താൽ മതി. ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുക. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സിമ്മിന് മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ ആ സിമ്മും വേണം. ആ ഡേറ്റയിൽ തന്നെ ഓൺ ആക്കണം. വെരിഫൈ ആയില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വെരിഫൈ ആവുന്നതായിരിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ OTP ക്ലിക്ക് ചെയ്ത് വെരിഫൈ ആക്കുക. പിന്നെ അടുത്തൊരു സർവേ, നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എവിടുന്ന് ആരെ റെക്കമെൻഡ് ചെയ്തതാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഫാമിലി എന്തായാലും കൊടുത്താൽ മതി. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ ഇല്ല, ജസ്റ്റ് വാലറ്റ് മാത്രമേ. താഴെ ക്രിയേറ്റീവ് ഫാൻപേ എക്സ് വാലറ്റ് സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫാൻപേ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യാനാണ് വരുന്നത്. താഴെ പ്രൊസീഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഡിജി ലോക്കറിൽ രജിസ്റ്റർ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിജി ലോക്കർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. എൻ്റർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫോണിലോട്ട് നിങ്ങൾ ഏത് നമ്പറിലാണ് ലിങ്ക് ചെയ്തേക്കുന്നത് ആ നമ്പറിലോട്ട് OTP വെരിഫൈ ചെയ്യുക. പിന്നെ ഒരു 6 അക്ക നമ്പറിൽ പിന്നൂടെ സെറ്റ് ചെയ്യുക. ഡിജി ലോക്കർ പിൻ സെറ്റ് ചെയ്യുക. എന്നിട്ട് മേലെ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങളുടെ അലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ KYC 1% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആധാർ കാർഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താഴെ പ്രൊസീഡിന് അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സ് എല്ലാം കറക്റ്റ് ആണോ നോക്കുക. എന്തിനാ ഇങ്ങനെ അഡ്രസ്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ ഫാൻപേ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഈ അഡ്രസ്സിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് വെരിഫൈ പാൻ കാർഡ് കൂടെ ഉണ്ട്. നിങ്ങളുടെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആ പാൻ കാർഡ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ജസ്റ്റ് പാൻ കാർഡ് നമ്പരും നെയിമും കൊടുത്താൽ മതി. ആ പേരും നിങ്ങളുടെ ആധാർ കാർഡ് പേരോട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വെരിഫൈ ആവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അഥവാ പാൻ കാർഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാലറ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ 18 വയസ്സ് മേലോട്ടുള്ളതാണെങ്കിൽ പാൻ കാർഡ് നമ്പർ കൊടുത്ത ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ KYC ആണ്. വീഡിയോ KYCയുടെ ഫുൾ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ KYC കംപ്ലീറ്റ് ആക്കാൻ 99 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യണം. ജസ്റ്റ് 99 റുപ്പീസ് നിങ്ങളുടെ കൈ വേണം കേട്ടോ. ഒരു 99 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ KYC കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ 99 റുപ്പീസിന് അവിടെ നിങ്ങൾ ലെറ്റ്സ് ഗോഡ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 99 റുപ്പീസ് നിങ്ങൾക്ക് പേ ചെയ്യാൻ വരുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തൊരു വെബ്സൈറ്റ് ലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ UPI ലിങ്ക് നമ്പർ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് 18 വയസ്സ് മേലെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ UPI ലിങ്ക് ആ നമ്പറിൽ റിക്വസ്റ്റ് വരും, പേ ചെയ്യുക. 99 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യുക. അല്ലെങ്കിൽ UPI വഴി നിങ്ങൾ പേ ചെയ്താൽ മതി. പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ലോഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാൻ കാർഡ് വേണം. ഓക്കെ, ജസ്റ്റ് കണ്ടിന്യൂഡ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ KYC ഓൺ ആയി വരുന്നതായിരിക്കും. ജസ്റ്റ് ഒരു 10 മിനിറ്റോട് നിങ്ങൾക്ക് ഒരു ഏജന്റ് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അവർ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ ആയിരിക്കും. എനി ടൈം നിങ്ങൾക്ക് വീഡിയോ KYC കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് പേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പാൻ കാർഡ് കാണിക്കാനും പറയും, നിങ്ങളുടെ ഫേസും കാണിക്കാൻ പറയും. അത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ ഫോണിലോട്ടൊരു OTP വരും. ആ OTP വെരിഫൈ ആക്കുക. അത് വെരിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പിൻകോഡ് ചോദിക്കും. നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി പിൻകോഡും ചോദിക്കും. അതും കംപ്ലീറ്റ് ആക്കുക. താങ്ക് യു ഫോർ കോളിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞായിരിക്കും. അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവൽ ആവുന്നതായിരിക്കും. വെരിഫയർ എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്. പിന്നെ ഈ ഫാൻപേ അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾ വേറെ ഡീറ്റെയിൽസ് വെക്കണം, അതെല്ലാം ഫില്ല് ചെയ്യുക. ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്ന്. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ സിമ്പിളാണ്. ജസ്റ്റ് നോർമലായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാന്നുള്ളൂ. ഫസ്റ്റ് തന്നെ ഓപ്പൺ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ജസ്റ്റ് ചെക്ക് ബാലൻസ് അവിടെ ക്ലിക്ക് ചെയ്ത് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ടോപ്പിലാണ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ UPI ആണെങ്കിൽ UPI നമ്പർ കൊടുത്താൽ മതി. പിന്നെ പെർ റെഫറിന് 20 റുപ്പീസ് കിട്ടുന്നുണ്ട് കേട്ടോ. 20 റുപ്പീസ് കുറവാണ്. ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ റെഫർ ചെയ്യാൻ നിൽക്കേണ്ട, കൂടുന്നതായിരിക്കും കേട്ടോ. Paytm കണ്ടില്ല, ഇപ്പോൾ 200 റുപ്പീസ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയിട്ട് നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളുടെ നമ്പർ വെച്ചായിരിക്കും നിങ്ങളുടെ നമ്പർ @ഫാൻപേ എന്നായിരിക്കും കിടന്നത്. ഫാൻ എന്നായിരിക്കും കിടന്നത്. ഫാം
ജസ്റ്റ് നിങ്ങളത് കസ്റ്റം ചെയ്ത് നിങ്ങളുടെ പേരാക്കുക. അപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ സേഫ് ആയിരിക്കും. പിന്നെ ഇതിലാണെങ്കിൽ അൾട്രാ എന്ന സെക്ഷൻ ഉണ്ട്. അൾട്രാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. മന്ത്ലി ലിമിറ്റും ഇയർ ലിമിറ്റും ഒക്കെ കൂടുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഗൂഗിൾ പേ റെഡിയും കൂടെ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഫാൻപേ കൺട്രോൾ സെക്ഷനിൽ പോവുക. ഇവിടാണ് നിങ്ങളുടെ ലിമിറ്റ് എല്ലാം കാണുന്നത്. എൻ്റെ മന്ത്ലി ലിമിറ്റ് ഞാൻ വീഡിയോ കേസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് എനിക്ക് 2 lakh ആണ് മന്ത്ലി ലിമിറ്റ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വീഡിയോ കേസ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് 5K കാണത്തുള്ളൂ മന്ത്ലി ലിമിറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ എക്സ്ട്രാ ഫീ കൊടുക്കേണ്ടതാണ്. ഇതിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അൾട്രാ എടുത്തു കഴിഞ്ഞാൽ ഫീ ഒന്നുമില്ല കേട്ടോ. പക്ഷെ അത് 1 ഇയറിലേക്കായിരിക്കും. ജസ്റ്റ് അതൊന്നും നോക്കേണ്ട. നിങ്ങൾ നോർമലായിട്ട് ഈ വാലറ്റ് നിങ്ങൾ പേ ചെയ്ത് ഒരു കുഴപ്പമില്ല. എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. ചില ടൈമിൽ നിങ്ങൾ ക്യാഷ് ബാക്ക് പോലെ പുതിയ യൂസേഴ്സിനായിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നതെല്ലാം ലിമിറ്റ് വെക്കാൻ പറ്റും. പിന്നെ എനിക്ക് നോർമലായിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ഇത്. ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. പിന്നെ അത് ചെറിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇന്നൊരു ഓഫറാണ്. ഡിജിറ്റൽ ഗോൾഡിന്റെ സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പിൻകോഡ് അടിക്കുക, ഒരു ക്വിസ് ചോദിക്കുന്നതായിരിക്കും, ഒരു സ്പിൻ ചെയ്യുക. സ്പിൻ ചെയ്ത് അപ് ടു നിങ്ങൾക്ക് 100 rupees കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഫാൻപേ എന്ന് പറയുന്ന ഓഫറാണ്. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലത്തെ ഓഫേഴ്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഫസ്റ്റ് ഇടുന്നത്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. കിടിലൻ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫാൻപേ വേറെ ആപ്ലിക്കേഷൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണിച്ചത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. എങ്ങനെ കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എന്താ ഡൗട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മറ്റുള്ളത് ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോ വെൻഡ് ചെയ്യണം. ഓക്കെ, ബൈ.